പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കേരളത്തില് ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് ജീവിതമാർഗം കണ്ടെത്താൻ സാധിക്കാതെ ഹോമിയോപ്പതി ചികിത്സ സ്വന്തം ജീവിതത്തില് പ്രാവർത്തികമാക്കി വിജയപ്രദമായി നടത്താൻ സാധിക്കാത്ത ചില ഹോമിയോ ഡോക്ടർമാര് ഹോമിയോപ്പതി അശാസ്ത്രീയമാണ്, ഹോമിയോപ്പതിയുടെ 100 കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് ഹോമിയോപ്പതിയെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നുണ്ട്. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്? അവര് ഹോമിയോപ്പതി അശാസ്ത്രീയമാണെന്ന് പറയുന്നു. എന്താണ് ശാസ്ത്രീയത? ആരാണ് ശാസ്ത്രീയത തീരുമാനിക്കുന്നത്? തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചെല്ലാം ഏതാനും കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഈ യൂണിവേഴ്സലില് അല്ലെങ്കിൽ ഈ ലോകത്തില് സ്വാഭാവികമായി നടക്കുന്ന എന്തിനും ഒരു ശാസ്ത്രീയതയുണ്ട്. നിലവിലെ ശാസ്ത്രീയ വീക്ഷണത്തില് നമുക്ക് ആ പ്രതിഭാസത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം സ്വാഭാവികമായി നടക്കുന്ന ആ പ്രവൃത്തി ശാസ്ത്രീയമല്ല എന്നല്ല. അതിന്റെ പിന്നിൽ ഒരു ശാസ്ത്രമുണ്ട്. ഇന്നത്തെ ശാസ്ത്രത്തിന് അത് മനസ്സിലാക്കി തരാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇന്നത്തെ ശാസ്ത്രത്തിന്റെ അപൂർണതയിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. അങ്ങനെ അപൂർണതയിലുള്ള ഒരു ശാസ്ത്രത്തെ ശാസ്ത്രവീക്ഷണം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഹോമിയോപ്പതി പോലെയുള്ള ശാസ്ത്രങ്ങളെ, ചികിത്സാ ശാസ്ത്രങ്ങളെ മനുഷ്യരുടെ മുന്നിൽ വളരെ തെറ്റായി ചിത്രീകരിച്ച് കാണിക്കുന്ന, അതിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ചില ദുർബുദ്ധികളെ അല്ലെങ്കിൽ ചില പ്രത്യേകതരം ആൾക്കാരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല, അത് മറ്റ് ചില വ്യവസ്ഥാപിത താല്പര്യക്കാരുടെ താല്പര്യ സംരക്ഷണത്തിനും അവരുടെ അറിവില്ലായ്മയുടെയും പുറത്ത് ചെയ്യുന്നതാണെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. 1910 എബ്രഹാം ഫ്ലെക്സ്നർ എന്ന് പറയുന്ന ഒരു ഹൈസ്കൂൾ അധ്യാപകനെ ഉപയോഗപ്പെടുത്തി കാർണിജി ഫൗണ്ടേഷനും റോക്കി ഫില്ലർ ഫൗണ്ടേഷനും ഒരു റിപ്പോർട്ട് അമേരിക്കയിൽ തയ്യാറാക്കി. അതിനെ ഫ്ലെക്സ്നർ റിപ്പോർട്ട് എന്ന് പറയും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തില് ബയോകെമിക്കൽ മെഡിസിൻ ആയിരിക്കണം ശാസ്ത്രീയ മെഡിസിൻ എന്ന ഒരു പ്രഖ്യാപനം അമേരിക്കയില് അവരുടെ സാമ്പത്തിക മേൽക്കോയ്മ കൊണ്ടും രാഷ്ട്രീയ സ്വാധീനം കൊണ്ടും നടപ്പാക്കി. 1-ാം ലോകമഹായുദ്ധത്തിനും 2-ാം ലോകമഹായുദ്ധത്തിനും ശേഷം ഈ ശക്തികൾക്ക് ലോകത്ത് ആധിപത്യം സ്ഥാപിച്ചപ്പോൾ അവര് പല അന്താരാഷ്ട്ര സംഘടനകൾക്ക്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലെയുള്ള പല അന്താരാഷ്ട്ര സംഘടനകൾക്ക് രൂപം നൽകുകയും അമേരിക്കയിൽ അവര് നടപ്പാക്കിയ ഫ്ലെക്സ്നർ റിപ്പോർട്ട് ലോകം മൊത്തം നടപ്പാക്കുകയും ചെയ്തതിന്റെ പ്രതിഫലനമാണ് ഇന്ന് ഈ ബയോകെമിക്കൽ മെഡിസിനെ ശാസ്ത്രീയ മെഡിസിനായിട്ട് ലോകത്ത് അംഗീകരിക്കേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. പരമ്പരാഗതമായിട്ട് നമ്മുടെ ഇന്ത്യ പോലെയുള്ള ഏറ്റവും പൗരാണികമായ സംസ്കാരങ്ങളില് ആയുർവേദം പോലെയുള്ള ചികിത്സാ രീതികൾ നിലനിന്നിരുന്നപ്പോൾ, അതിലൂടെ രോഗനിവാരണത്തിനും പ്രതിരോധത്തിനും എല്ലാം നമുക്ക് സാധിച്ചിരുന്നപ്പോൾ അതുപോലും അശാസ്ത്രീയമാണെന്ന് പറയുന്ന ഒരു കാലഘട്ടം ഇന്ന് നിലനിൽക്കുകയാണ്. ഇത് വളരെ തെറ്റിദ്ധാരണജനകവും പ്രതിഷേധാർഹവും അശാസ്ത്രീയവുമാണെന്ന് ദയവായി മനസ്സിലാക്കുക. അപ്പൊ ഈ ശാസ്ത്രീയത ഫ്ലെക്സ്നർ റിപ്പോർട്ട് എന്ന് പറയുന്ന വെറും ഒരു ഹൈസ്കൂൾ അധ്യാപകന്റെ ഏകാംഗ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ട് അമേരിക്കയിൽ വരുത്തി ആ ശക്തികൾ ഇന്ന് ലോകത്ത് നടപ്പാക്കിയപ്പോൾ നമ്മളെല്ലാം ഈ വസ്തുതകൾ മനസ്സിലാക്കാതെ തെറ്റിദ്ധരിച്ച് അവര് പറയുന്ന ശാസ്ത്രീയതയാണ് ലോകത്തിന്റെ ശാസ്ത്രീയതയുടെ അടിസ്ഥാനം എന്ന തെറ്റിദ്ധാരണയിലൂടെ ലോകം മുന്നോട്ട് പോവുകയാണ്. അതിനെ ദയവായി മനസ്സിലാക്കുക. ഈ ഫ്ലെക്സ്നർ റിപ്പോർട്ടൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അദ്ദേഹം ആരാണെന്നും അദ്ദേഹത്തെ ആരാണ് നിയോഗിച്ചതെന്നും ഒക്കെ നമുക്ക് മനസ്സിലാകും. ലോകം മൊത്തം മനുഷ്യരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ട ചികിത്സാ വിധികളുടെ ശാസ്ത്രീയത ഒരു ഏകാംഗ കമ്മീഷനെ കൊണ്ട് ഏതാനും കോർപ്പറേറ്റ് ശക്തികൾക്ക് തീരുമാനിക്കാൻ സാധിക്കുന്നതാണോ? അതിന് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടതുണ്ടോ? അപ്പോ അതും
ഈ ബയോകെമിക്കൽ മെഡിസിന്റെ ആക്ഷൻ എവിടെയാണ് അവർ പരീക്ഷിക്കുന്നത്? ലോ ഗ്രേഡ് അനിമൽസിലാണ് പരീക്ഷിക്കുന്നത്. ഈ ലോ ഗ്രേഡ് അനിമൽസും ലോകത്തിലെ ഏറ്റവും അല്ലെങ്കിൽ പ്രകൃതിയിലെ ഏറ്റവും ഔന്നിത്യമുള്ള ഹയർ ലെവലായിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സിന്റെ ശാരീരികവും മാനസികവും വൈകാരികവും ഒക്കെ ഉൾപ്പെടുത്തിയുള്ള ആ തലങ്ങളിലുള്ള വ്യതിയാനങ്ങള് ആനയാടും പോലെ ഇരിക്കും. അത്രയ്ക്ക് വ്യത്യാസമുള്ള ആ തലങ്ങളെ വെറും ഒബ്ജക്റ്റീവായിട്ടുള്ള ഒബ്സർവേഷൻസ് മാത്രം നടത്തി മൃഗങ്ങളിൽ പരീക്ഷിച്ചിട്ട് പിന്നെ മനുഷ്യരിൽ പരീക്ഷിച്ച് ഒബ്ജക്റ്റീവായിട്ടുള്ള ഒബ്സർവേഷൻസ് മാത്രം നടത്തി പരീക്ഷണങ്ങൾ നടത്തിയാൽ അവിടെ സബ്ജക്റ്റീവായിട്ടുള്ള പ്രൂവിങ്സ് ഒന്നും നടത്താതെ അതെങ്ങനെ കംപ്ലീറ്റ് ആണെന്ന് പറയാൻ പറ്റും? അപ്പൊ ഇത് മനുഷ്യൻ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് ലോകത്ത് ഭൗതിക തലത്തിൽ മാത്രം ടെക്നോളജി ഡെവലപ്മെന്റിനും എഞ്ചിനീയറിംഗ് പർപ്പസസിനും ഉപയോഗിക്കുന്ന ഭൗതിക ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തി ജീവനുള്ള, ഊർജമുള്ള, എനർജിയുള്ള ജീവജാലങ്ങളിൽ പരീക്ഷണം നടത്തിയാൽ ആ പരീക്ഷണങ്ങൾ ഭൗതിക തലത്തിൽ മാത്രം നിജപ്പെടുത്തി വെച്ചതായിരിക്കും. അപ്പൊ നമുക്കറിയാം, നമ്മുടെ മനസ്സ് ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ, സങ്കടപ്പെട്ടിരിക്കുമ്പോൾ, സന്തോഷമായിട്ടിരിക്കുമ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിലെ ബയോകെമിസ്ട്രി എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ ലോ ഗ്രേഡ് അനിമൽസിലൊക്കെ ഈ പരീക്ഷണങ്ങള് ഈ മനസ്സിന്റെ സ്വാധീനവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ നടത്തി കഴിഞ്ഞിട്ട് ഈ മനസ്സിന്റെ സ്വാധീനത്തിന് യാതൊരു പരിഗണനയും കൊടുക്കാതെ മനുഷ്യരിൽ വീണ്ടും പരീക്ഷിച്ച് അത് ലോകം മൊത്തം അടിച്ചേൽപ്പിക്കുമ്പോൾ അതിന്റെ ശാസ്ത്രീയത എന്തുമാത്രമുണ്ടെന്ന് തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ആ തിരിച്ചറിവ് നമ്മൾ നടത്തിയില്ലെങ്കിൽ ചില നിഗൂഢശക്തികള് നമ്മുടെ മേല് അശാസ്ത്രീയമായ ശാസ്ത്രീയ ആധിപത്യം സ്ഥാപിച്ച് അവരുടെ ധനസമ്പാദന മാർഗത്തിനായി നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ അസുഖങ്ങൾക്ക് വേണ്ടിയുള്ള ചികിത്സയെ ദുരുപയോഗം ചെയ്യുന്ന ഒരു അവസ്ഥ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായി നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ശാസ്ത്രമുണ്ട്. അത് ഭൗതിക തലത്തിൽ മാത്രമല്ല, അത് മനസ്സ്, ജീവശക്തി, ശരീരം, പ്രകൃതിയുടെ എല്ലാം സ്വാധീനം, നമ്മൾ ജീവിക്കുന്ന എൻവിറോൺമെന്റിന്റെ സ്വാധീനം, ഇതെല്ലാം ഉൾപ്പെടുത്തി മൾട്ടി ഡൈമെൻഷനിലായിട്ട് നടക്കുന്ന റിസർച്ചിലൂടെ മാത്രമേ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. ഇന്ന് നടക്കുന്ന റാൻഡമൈസ്ഡ് കൺട്രോൾ സ്റ്റഡി വെച്ച് ഏതാനും ചില ഒന്നോ രണ്ടോ മാത്രം പരിഗണനകളിൽ വെച്ച് നടത്തുന്ന പരീക്ഷണങ്ങൾ കൊണ്ട് അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫറൻസ് അല്ലെങ്കിൽ അവസാന ഫലം, കറക്റ്റായിട്ടുള്ള ഫലം നമുക്ക് കിട്ടുകയില്ല. ആ റിസർച്ച് തന്നെ ഇൻകംപ്ലീറ്റ് ആണ്. അതുകൊണ്ട് ഇന്ന് ഈ പറയുന്ന ശാസ്ത്രീയത പൂർണ്ണമായിട്ടുള്ള ശാസ്ത്രീയതയല്ല. അതുകൊണ്ടാണ് പലതരത്തിലുള്ള ഈ രീതിയിൽ കണ്ടക്ട് ചെയ്ത റിസർച്ചുകൾ എല്ലാ തെളിവുകളും സഹിതം ഗവൺമെന്റ് ഔദ്യോഗിക ഏജൻസികൾ അംഗീകരിച്ചതുപോലും കുറച്ചു നാൾ കഴിയുമ്പോഴും മനുഷ്യന് വല്ലാത്ത ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കി പിൻവലിക്കേണ്ടി വരുന്നത്. പക്ഷെ ഹോമിയോപ്പതി പോലെയുള്ള ഹോളിസ്റ്റിക് മെഡിസിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരൊറ്റ മരുന്ന് പോലും ലോകത്ത് ഹോമിയോ മെഡിസിനായിട്ട് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ ആയുർവേദ മെഡിസിനായിട്ട് പാരമ്പര്യമായിട്ട് ഉപയോഗിച്ചു വരുന്നത് ഒരിക്കൽ പോലും പിൻവലിച്ചതായിട്ട് നമ്മൾ ആരും കേട്ടിട്ടില്ല. അങ്ങനെ ആവശ്യകതയും വന്നിട്ടില്ല. കാരണം അത് പ്രകൃതിദത്തമാണ്, പ്രകൃതി വിരുദ്ധമല്ല. ഈ പ്രകൃതി വിരുദ്ധരുടെ ശാസ്ത്രീയ തേർവാഴ്ചകള് അല്ലെങ്കിൽ ശാസ്ത്രീയ അതിക്രമണങ്ങള് ശാസ്ത്രത്തിന്റെ പേരിൽ നമ്മുടെ മേലിൽ, തെറ്റായ ശാസ്ത്രത്തിന്റെ പേരിൽ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിനെ നാം കരുതലോടെ, സൂക്ഷ്മതയോടെ വീക്ഷിച്ച് തിരിച്ചറിഞ്ഞ് അതിനെ ഒഴിവാക്കി ഒരു ശാസ്ത്ര പുരോഗതിക്ക്, ഒരു ശാസ്ത്ര നവീകരണത്തിന് നാം തയ്യാറാകേണ്ടതുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഭരണാധികാരികള് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഞാന് ഡൈനാമിക് സയൻസ് എന്ന പുതിയൊരു ശാസ്ത്ര വീക്ഷണം ലോകത്ത് അവതരിപ്പിക്കുന്ന ഒരു ഡോക്ടർ കൂടിയാണ്.
അത് മനസ്സ്, ജീവശക്തി, ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന DNA-യുമായിട്ട് എങ്ങനെ ശാസ്ത്രീയമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് ശാസ്ത്രീയമായി ലോകത്തിന് പകർന്നു നൽകുന്നതാണ്. അത് ഇന്നത്തെ ഭൗതിക ശാസ്ത്രത്തെ ഹോളിസ്റ്റിക് സയൻസിലോട്ട് നവീകരിച്ചെടുക്കുന്നതിന് ഉതകുന്ന ശാസ്ത്രവീക്ഷണം ലോകത്ത് അവതരിപ്പിക്കുന്നതാണ്. അത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതിന്റെ ആർട്ടിക്കിൾസ്, പല വീഡിയോസൊക്കെ പലയിടത്തും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നേരുമായിട്ട് ബന്ധപ്പെട്ട അതേക്കുറിച്ച് കൂടുതൽ അറിവുകൾ പകർന്നു തരുന്നതിനും തയ്യാറാണ്. അതേക്കുറിച്ചുള്ള പുസ്തകം ഉടനെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇത് വളരെ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കേണ്ടതിന്റെ ആവശ്യകത എന്തെന്ന് വെച്ചാൽ, ഹോമിയോപ്പതി അശാസ്ത്രീയമാണ്. അതില് നൂറുകണക്കിന് മാരകമായ വിഷങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചില തൽപര കക്ഷികള് ലോകത്ത് വീഡിയോസ് ചെയ്യുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അടിയന്തര സാഹചര്യത്തിലാണ്. അതുകൊണ്ട് ഇതുമാതിരിയുള്ള ചില വ്യക്തികളുടെ അല്ലെങ്കിൽ ചില താല്പര്യക്കാരുടെ അവരുടെ പ്രത്യേക താല്പര്യ സംരക്ഷണത്തിനും അല്ലെങ്കിൽ അവരുടെ ഹോമിയോപ്പതിയെ കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് അവർ ചെയ്യുന്ന പ്രവൃത്തിയെ നമ്മളുടെ ശരിയായ ഹോമിയോപ്പതി ചികിത്സയുടെ പ്രയോജനം കിട്ടുന്നതിന് അല്ലെങ്കിൽ പുതിയ തലമുറ വിദ്യാർത്ഥികള് ഹോമിയോപ്പതി പഠിക്കുന്നതിന് തടസ്സമായി മാറാതിരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ദയവായി മനസ്സിലാക്കുക, ഹോമിയോപ്പതി ലോകത്തിന്റെ ഏറ്റവും ആധുനിക വൈദ്യശാസ്ത്രമാണ്. വരും തലമുറയില് ഭൗതിക ശരീരത്തിന് അപ്പുറത്തോട്ട് കടന്നു ചെന്ന് നമ്മുടെ ഊർജ തലങ്ങളിലോട്ട് കടന്നു ചെന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്ന, ഇന്ന് ചികിത്സയില്ലാത്ത ഒത്തിരി രോഗങ്ങൾക്ക്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സസ്, ക്യാൻസർ തുടങ്ങിയ ഒത്തിരി രോഗങ്ങൾക്ക് ചികിത്സിച്ച് ലളിതമായി ഫലപ്രാപ്തി കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ശാസ്ത്രമായി ഹോളിസ്റ്റിക് സയൻസിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഹോമിയോപ്പതി ഉൾപ്പെടെയുള്ള ആയുഷ് സിസ്റ്റത്തിലെ മറ്റ് ചികിത്സകൾക്കൊക്കെ സാധിക്കും. കാരണം ഹോളിസ്റ്റിക് സയൻസിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം ജീവജാലങ്ങളുടെ ശാസ്ത്രീയത മനസ്സിലാക്കേണ്ടത്. വെറും ഭൗതിക തലത്തിൽ മാത്രമായിരിക്കരുത്. ഈ ഭൗതിക തലത്തില് ഈ ഊർജമുള്ളപ്പോഴാണ് അത് ജീവനുള്ള അവസ്ഥയായി മാറുന്നത്. ആ ഊർജ തലത്തിന് ഈ ഭൗതിക തലത്തിലെ പ്രവർത്തനങ്ങളിൽ വളരെയേറെ സ്വാധീനമുണ്ട്. ഈ വസ്തുതകളെല്ലാം കണക്കുകൂട്ടി വേണം ശാസ്ത്രീയത തീരുമാനിക്കാൻ. അല്ലാണ്ട് ടെക്നോളജി വളരാൻ ഉപകരിക്കുന്ന ശാസ്ത്രത്തെ ജീവനുള്ള അവസ്ഥയുടെ ശാസ്ത്രീയ പഠനത്തിനോ മനസ്സിലാക്കലിനോ ഉപയോഗിക്കുന്നത് തെറ്റാണ്. അത് അപൂർണമാണ്. അത് നാം തിരിച്ചറിയുക. നിങ്ങൾക്കെല്ലാം ഈ വസ്തുതകൾ മനസ്സിലായി ഹോമിയോപ്പതിയുടെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഭരണാധികാരികള് ഈ ഇന്നത്തെ ശാസ്ത്രീയതയുടെ പരിമിതികള് ശാസ്ത്രീയമായി മനസ്സിലാക്കി അതിന്റെ ശരിയായ ശാസ്ത്രീയതയുടെ ജീവജാലങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനുള്ള ശരിയായ ശാസ്ത്രീയതയുടെ വളർച്ചയ്ക്കായിട്ട് കൂടുതൽ റിസർച്ച് ഫണ്ടുകൾ അനുവദിക്കുകയും അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തരികയും അതുപോലെ തന്നെ ഇതുമാതിരിയുള്ള തെറ്റായ വാർത്തകൾ ലീഗലി അലൗഡ് ആയിട്ടുള്ള ഹോമിയോപ്പതി പോലെയുള്ള ആയുഷ് സിസ്റ്റത്തില് ങ്ങൾക്കെതിരെ നടത്തുന്നതിനെതിരെ ഫലപ്രദമായി അവരെ അതിൽ നിന്ന് തടയാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.